ഉൾക്കൊണ്ട് ഈ വർഷം ഞങ്ങൾ അഭിമാന പുരസ്സരം അണിയിച്ചൊരുക്കുന്നു നിങ്ങൾക്കായി ഒരു ഹാസ്യ നാടകം. യഥാ ഗുരു തഥാ ശിഷ്യ. നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിൽ ഗുരുവിന് അതിൻ്റെതായ സ്ഥാനമുണ്ട്. ഗുരു ദേവോ ഭവ എന്ന സൂക്തം നിങ്ങളാരും മറന്നിരിക്കാൻ സാധ്യതയില്ല. എന്നാൽ ഇന്ന് കാണുന്ന ഗുരുക്കന്മാർ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഒരു അനുഭവമായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ഈ നാടകം കഴിയുമ്പോൾ ഞങ്ങൾ അഭിമാനത്തോടു കൂടി ഒരിക്കൽ കൂടി അവതരിപ്പിക്കുന്നു ബർമിയാം യുവചേതനയുടെ 153ാമത് നാടകം യഥാ ഗുരു തഥാ ശിഷ്യ. അരങ്ങത്ത് നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ: പന്നിയൂർ വിനീഷ്, കരിവള്ളൂർ രാജേഷ്, പിറവം ബിനു, പാമ്പാടി വിക്രം, കറുകച്ചാൽ ബാലു, കോട്ടയം പാനോസ്, പേരൂർക്കട അനുരാഗ്, കരിവള്ളൂർ രാജേഷ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. യഥാ ഗുരു തഥാ ശിഷ്യ. ദയവായി ലൈറ്റ് ഓൺ ചെയ്യുക. ഹലോ ഹലോ ഹലോ. അയ്യോ, നാട്ടുകാരെ ബഹളം വെക്കരുത്. ഞങ്ങൾ ഗാനമേള ഓണം തന്നെ തുടങ്ങുന്നതാണ്. ആരും ബഹളം വെക്കരുത്. ഹലോ ഹലോ ഹലോ. അയ്യോ അയ്യോ, പോരുത്. അയ്യോ, വേണ്ട വേണ്ട. എവിടാണ് ഇത്? എവിടാ ആശാനോടെ? ആശാൻ 2 ദിവസമായിട്ട് പട്ടിണിയല്ലായിരുന്നു. ഭയങ്കര ഭക്ഷണം കഴിപ്പാ, വരുന്നില്ല. എടാ, അവിടെ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നു. ഇവിടെ നാട്ടുകാര് ഗാനമേള തുടങ്ങാനായിട്ട് ഇവിടെ ഭയങ്കര ബഹളമാണ്. നമുക്ക് തുടങ്ങട്ടെ. നമ്മൾ തുടങ്ങാം, നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് സാധകം ചെയ്ത് സൗണ്ട് ടെസ്റ്റ് ചെയ്യാം. എന്തേ? എന്നാ നമുക്ക് അവിടെ തുടങ്ങിക്കോ. ഗരി 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 സാ എങ്ങനെയുണ്ട്? കൊള്ളാം, പക്ഷേ ഷട്ടില്ലല്ലോ. രാവിലെ ഇട്ടിട്ടാണ് ഗരി 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 സാ അതെ, ഞങ്ങളൊരു സാധനം ചെയ്യാതെ നമ്മള് സാധകം ചെയ്ത് സൗണ്ട് ടെസ്റ്റ് ചെയ്യുവാ. നമുക്ക് ആരും തുടങ്ങണ്ടേ? എടാ വൃത്തികെട്ടവരെ, സാധകം ചെയ്യരുത് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എടാ, സാധകം ചെയ്താൽ മരിച്ചു പോവും. എന്റെ അച്ഛൻ ഗാനപരദൂഷണം പത്മനാഭ ഭാഗവതർ എങ്ങനെ മരിച്ചത്? മോഹൻലാൽ ഒറ്റൊരുത്തൻ കാരണം. എടാ, എന്റെ അച്ഛൻ ശാസ്ത്രീയ സംഗീതം തലക്ക് പിടിച്ച് പ്രാന്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന സമയം. അപ്പോഴാണ് ആറാന്ത പുരം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയത്. പറഞ്ഞൊരു ഡയലോഗില്ലേ, സംഗീതം പഠിക്കണമെങ്കിൽ സിംഹത്തിന്റെ മടിയിൽ കേട്ടപാടെ അച്ഛൻ എണീറ്റ് ഒറ്റ ഓട്ടം നേരെ പോയി സിംഹത്തിന്റെ മടി കയറി. മടയിലായിരിക്കണ്ട, അച്ഛൻ കയറി മടിയിലുണ്ട്. ഉറപ്പായിട്ടും. എന്നിട്ട് എന്ത് ചെയ്ത് സിംഹം പൊറോട്ട തീർന്ന പോലെ 5-6 കുടി. അവിടെ അച്ഛൻ നേരെ ഒരു ഓട്ടാണ്, നേരെ പോയി ഗുരുവിന്റെ അടുത്ത് ഇരുന്നു. ഗുരു എന്ത് പറഞ്ഞു? ഗുരു മുണ്ട് മടക്കി വെച്ചിട്ട് ഒറ്റ ചോദ്യമാണ്, എടാ പോയി കയ്യിൽ വല്ല ഇരിപ്പുണ്ടോ? എവിടെ? എന്റെ അച്ഛൻ 5ന്റെ കാശിന്റെ. അവസാനം ഗുരുവിന് ദേഷ്യം പിടിച്ച് ഒരു ഒറ്റ ചോദ്യമാണ്, ജോ കഭി ഖതം നീ ഹോ ജാതാ ഹൈ. എന്ന് വെച്ചാ ഒന്നും മനസ്സിലായില്ലേ? ഇല്ല. എന്ന് വെച്ചാൽ സംഗീതം പഠിക്കണമെങ്കിൽ കഴുത്തോളം വെള്ളത്തിൽ മുങ്ങി നിന്നിട്ട് സാധകം ചെയ്തു. എവിടെ? ഗ്വാളിയോർ. അവിടെ കുളിക്കാൻ വെള്ളമുണ്ട്. കുളിക്കാൻ വെള്ളമുണ്ട്. അവസാനം ഒരു ബക്കറ്റ് വെള്ളം എന്നിട്ട് എങ്ങനെ സാധനം ചെയ്യും? എങ്ങനെ ചെയ്യും? അച്ഛൻ എന്ത് ചെയ്ത്? അച്ഛൻ തല അതിൽ കുത്തിവെച്ച് കാല് മണ്ടപ്പെടാത്ത തന്നെ കേട്ടോ. അവസാനം സാധനം ചെയ്യാൻ നിന്ന് അച്ഛനെ പൊക്കി നോക്കിയപ്പോ സാധനം കലിയ. ആ മോഹൻലാലിന് എന്റെ കയ്യിൽ കിട്ടും. ആശാനെ, നാട്ടുകാരൊക്കെ വേണം വെക്കാം, നമുക്ക് പ്രാക്ടീസ് തുടങ്ങിയാലോ? ശരി, നമുക്ക് പ്രാക്ടീസ് തുടങ്ങാം. ആ
കുറച്ച് താഴെ. സാ. ഇല്ല, സാ എന്ന് പറയുമ്പോൾ എസ് പോലെ കുറച്ചും കൂടി താഴെ. സാ. ഇല്ല, കുറച്ചും കൂടി താഴെ. സാ. ഇനി താഴെ മണ്ണ് ഒഴിക്കണം. എന്റെ ദൈവമേ, വല്ല മണ്ണ് പിടിക്കാരൊക്കെയാണല്ലോ പരിപാടി കൊണ്ടത്. എടാ, പരിപാടി ബുക്ക് ചെയ്യാൻ ആള് വരുന്നുണ്ടോ? ആശാൻ മണ്ഡലം പറയായിരുന്നാ മതി. നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. സരി 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 ശരി 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 സരി 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 ശരി 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 ശരി. നമസ്കാരം നമസ്കാരം ആശാന്റെ ഒരു ഗാനമേള ബുക്ക് ചെയ്യാൻ വേണ്ടി ബെർമിംഗ്ഹാമിലേക്ക് ഈ ഗാനമേള ബുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പോകാത്ത ഏജൻസികളില്ല. ഇവിടെ വന്നപ്പോ ഇവിടെയല്ലേ പരിപാടി. ആശാന് ഇത് അന്വേഷിച്ച് ആശാന് വീട്ടിൽ ചെന്നപ്പോഴ് ചേച്ചിയാണ് പറഞ്ഞത് ഇന്ന് ഈ ക്ഷേത്രത്തിന്റെ പരിപാടി ഇടുന്നത്. ഇവിടെ അടിപൊളി പരിപാടി, ഈ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട്. അടിപൊളി പരിപാടി. ഇത് പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ. ഇന്ന് പരിപാടി ഉണ്ട്. അതെ, ഇന്നലെ 2 പരിപാടി. ഡബിൾ ഡബിൾ. ആദ്യത്തെ പരിപാടി തുടങ്ങാൻ പറഞ്ഞപ്പോ 9 മണിയായി. അതെ, പിന്നെ പരിപാടി തുടങ്ങിയപ്പം 10 ആയി, 11 ആയി, 12 ആയി, അവസാനം 1 ആയി. മാത്രം. രണ്ടാമത്തെ പരിപാടി തുടങ്ങിയപ്പോഴേക്കും കോഴി കൂവി. കോഴിക്കും വേറെ വെച്ച് തുടങ്ങിയല്ലോ. അതെ, പോട്ടെ പോട്ടെ പോട്ടെ. എനിക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആശാനെ, ഈ ഗാനമേള പരിപാടികൾക്ക് നടത്തുമ്പോഴേ നല്ല കയ്യടി കിട്ടാറുണ്ട്. കയ്യടി കിട്ടാൻ ഞാൻ പാട്ട് തുടങ്ങിയാൽ ആദ്യത്തെ ഒരു 3-4 മിനിറ്റ് ഭയങ്കര കയ്യടിയാണ്. പിന്നെ കൈ കൊണ്ടാണോ, കാല് കൊണ്ടാണോ, മണല് കൊണ്ടാണോ, എന്തോ കൊണ്ടാണോ ഒരു പിടിയുമില്ല. അപ്പോഴത്തേക്കും ബോധവും പോവും. എനിക്ക് ഒരു ചോദ്യം ആശാനെ, പുറത്തൊക്കെ പരിപാടി പുറത്ത് പരിപാടി കിട്ടാൻ എടാ കാണിച്ചു കൊടുക്കണം. കഴിഞ്ഞ ദിവസം കടപ്പുറത്ത് ഒരു പരിപാടി ഉണ്ട്, പങ്കായത്തിനിട്ട് അടിച്ചാൽ ഞാനത് എവിടെയും പറയും. ആശാനെ, ഞാൻ അതല്ല ചോദിച്ചത്. ആശാന് പരിപാടി നടത്തുമ്പോഴേ അത് ഇൻഡോർ ആണോ ഔട്ട്ഡോർ ആണോ ഇഷ്ടമെന്നാ ചോദിച്ചത്. അത് ശരി, എനിക്ക് ആ പരിപാടി അധികം എന്തുടോ ആശാനെ, ഇൻഡോർ എന്ന് വെച്ചാല് പ്ലാസ്റ്റിക് ഉണ്ടോ? അത് ശരി. ഔട്ട്ഡോർ എന്ന് വെച്ചാൽ മരത്തിന്റെ. ആശാന് പറ്റിയ ശിക്ഷ. ഇത് പ്ലാസ്റ്റിക്കിന്റെ മരത്തിന്റെ ഡോറൊന്നുമല്ല. പിന്നെ ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ ഈ തുറസായ മൈതാനങ്ങളിൽ ഇൻഡോർ എന്ന് പറഞ്ഞാലില്ലേ അവിടെ അടച്ചിട്ട മാതിരി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി. ശരി, എനിക്ക് പരിപാടി അധികം ഔട്ട്ഡോർ ആണ്. പക്ഷെ എന്താണെന്ന് അറിയില്ല, പരിപാടി തീരുമ്പോഴേക്ക് ഇൻഡോർ ആയിപ്പോ. പള്ളിയോട്ട് വരുന്നു, പള്ളിയോട്ട് വരുന്നു. സ്വാമിയായി ആശാനെ, പ്രത്യേകിച്ച് വേറൊരു കാര്യം പറയാനുണ്ട്. ഇത് ഞാൻ പരിപാടി ബുക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത് ബെർമിംഗ്ഹാമിലെ മലയാളി അസോസിയേഷന്റെ ഓണപരിപാടിക്ക് വേണ്ടിയാ. അത് ശരി. അവിടെയാണ് കുറെ ഫ്രീക്കന്മാരുണ്ട്, നല്ല അടിപൊളി ഡാൻസുകാര്. നമ്മുടെ ഡിഷയിൽ നിന്നും അനുരാഗ് എന്ന് പറയുന്ന കുറെ പയ്യന്മാര്. ആ, അപ്പൊ അവർക്ക് ഡാൻസ് കളിക്കാൻ പാകത്തിന് നല്ല അടിപൊളി പാട്ടൊക്കെ പാടണം. നമ്മുടെ പാടോ? ആ, എങ്കിൽ എനിക്കിപ്പോ തന്നെ ഒരു സജഷൻ ഉണ്ട്, പറയട്ടെ. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയൊരു പാട്ടുണ്ടല്ലോ, ലജ്ജാവതിയെ നിന്റെ കലകട കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ. എന്താ ഈ പാടും? ഇങ്ങനെയാണോ പാടുന്നത്? ഈണം തെറ്റിച്ച പാടും. ഈണം തെറ്റിച്ചു. ഇവിടെ പരിപാടി അമ്പലത്തിൽ പാടുമ്പോൾ നമ്മൾ പാടിച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ തുള്ളണം. അതെ, കാണിച്ചു കൊടുക്കാം. ആ, നമ്മള് റെഡിയാണ്, നമ്മളെ കേട്ടോ. ഓം ബജ ബജാന മേരെ തപ്പ് തപ്പ് മേരെ ടിപ്പിടിപ്പ് മേരെ. I want to see my girl. അണവയ്യപ്പോ ഗജവതിയേ നിന്റെ കലകട കണ്ണിൽ തഴമ്പോ താമര താരോ. ഗജവതിയേ നിന്റെ കലകട കണ്ണിൽ. ആശാൻ ഇത് എന്തായി പാടുന്നത്? ആശാൻ ഈ സംഗീതം എന്താന്ന് വല്ല ബോധമുണ്ടോ? സംഗീതം എന്താന്ന് ബോധമുണ്ടോ? അതെ, സംഗീതം സംഗീതം വെച്ചാൽ എന്താണ്? അല്ല എന്താണ് അറിയില്ലേ? എന്താണ്? അല്ല എന്താണ് അവിടെ അറിയില്ല. ഈ സംഗീതം എന്ന് വെച്ചാൽ ഒരു വലിയൊരു തെങ്ങാണ്. തെങ്ങോ? അതെ,
ആ സംഗീതമാകുന്ന തെങ്ങിലേക്ക് നമ്മുടെ രാഗമാകുന്ന തളപ്പെട്ടിരിക്കുന്ന ഇങ്ങനെ കയറി പോകണം. എന്നിട്ട് മുകളിൽ പോയിട്ട് കൊതുമ്പും കോഞ്ഞാട്ടി സ്വരമാകുന്ന കൊതുമ്പും കോഞ്ഞാട്ടൊക്കെ പറിച്ച് താഴെ ഇടണം. 2 തേങ്ങ ഇങ്ങനെ വീട്ടിലേക്ക് അപ്പൊ തെങ്ങുകാറ്റുമായിരുന്നു പണ്ട് പരിപാടി അല്ലേ? തെങ്ങ് കയറാൻ ഒരു പ്രയാസമില്ല. തെങ്ങിന്ന് വീണാൽ എണീറ്റ് പോവാൻ ചെറിയ ആശാനെ അങ്ങോട്ട് നോക്കി, നമ്മളാ കഴിഞ്ഞ ആഴ്ച കല്യാണത്തിന് പോയ ആ കൊട്ടേഷൻ തോമസ് ആണല്ലോ അവിടെ നാടി അടി വരുന്നേ. ഏതാണ്ട് അടി കിട്ടുന്ന ലക്ഷണമാണെന്നാ തോന്നുന്നേ. അവിടുന്ന് വരുന്നുണ്ട്. നമുക്ക് അടി കിട്ടാത്ത സീൻ ഇല്ലല്ലോ, എല്ലാ വർഷം കിട്ടുന്നതാണല്ലോ. ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നീയൊക്കെ എന്തൊക്കെ പടവുന്നതാണ് മനസ്സിലാക്കി തരാടാ. കളരിക്കലെ മേരിക്കോച്ചിന്റെ കല്യാണം തലേന്ന് നീയൊക്കെ വന്ന് പാടിയില്ലേ? അന്നൊരു വലിയൊരു പാട്ട് വെച്ചില്ലേ? പാട്ട് അക്ഷരം പാടിയ പാട്ട്. അത് ചോദിക്കാനാണോ ഞാൻ ഈ കർമ്മയാവി വന്നത്? ഏത് നമ്മളാ ഗജനിയിലെ പാട്ടോ? ആ ഗജനിയിലെ പാട്ടോ? ഏത് ഗജനിയിലാണ് ഗജനി പാട് നോക്കണം. ഏത് പാടൊന്നും ആലോചിക്കണം. നീ പാട്ട് വരുന്നില്ലല്ലോ. പാട്ട് നിനക്കൊന്നും ആലോചിച്ചാൽ വരുന്നില്ല. കളരിക്കലെ മേലിയ ദൂരി. അടി കിട്ടുന്നു. കളരിക്കലെ മേരിക്കൊച്ചിനെ നോക്കി നിൽച്ചു. അത് മണ്ണ് വെട്ടിക്കരുത്തു. മേരിക്കൊച്ചിനെ ആപ്പ് വെച്ച് പാടറ. ദൈവമേ, ആദ്യമായിട്ട് ഒരുത്തം തന്നാന്നില്ല. ഇങ്ങനെ കുറെ ആരാധകന്മാരുണ്ടെങ്കിൽ പള്ളിവേട്ടോ അച്ഛനെ ഒരു പ്രത്യേകിച്ച് കാര്യം ചോദിച്ചോളൂ. നമുക്ക് ഈ ഓണമൊക്കെ അടുക്കുമ്പോൾ ഒത്തിരി പരിപാടി ഉണ്ടാവുമല്ലോ. അതെ. ആശാൻ എല്ലാ ദിവസവും പരിപാടി കിട്ടാറുണ്ടോ? എല്ലാ ദിവസവും പരിപാടി കിട്ടാറുണ്ട്. എനിക്ക് ഒരു ദിവസം പരിപാടി കിട്ടിക്കഴിഞ്ഞാൽ ആ ആഴ്ചയിൽ 6 ദിവസം പരിപാടിയും. ഒരു പരിപാടി കഴിഞ്ഞാൽ പിന്നെ 6 ദിവസത്തേക്ക് പരിപാടി കിട്ടിയേയില്ല. അത് രാഷ്ട്രീയത്തിലായിരിക്കും. ആശാനെ പ്രത്യേകിച്ച് വേറെ എല്ലാം ശരിയല്ല. അത് പോട്ടെ. വേറൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അതെ, അടിപൊളി പാട്ടൊക്കെ പാടുമെന്ന് പറഞ്ഞല്ലോ. പാടും. അപ്പൊ എനിക്കൊരു പ്രത്യേകിച്ചൊരു സഹായം ചെയ്തു തരണം. എനിക്കൊരു തമിഴ് പാട്ട് പാടും. ഓക്കെ. അപ്പൊ അന്യൻ എന്ന സിനിമ ഉണ്ടല്ലോ, തമിഴിലുണ്ടായിരുന്നു. അതെ, ആ സിനിമയിൽ ഒരു അടിപൊളി പാട്ടുണ്ട്. അത് പാടും. അന്യന്റെ പാട്ട് ഞാൻ പാടും. ഞാൻ സ്വന്തമായി എഴുതി ചിട്ടപ്പെടുത്തിയ പാട്ട്. അതല്ല, എങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയാം. എന്നാ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പറയാം. ഓക്കെ. சரக்கு வச்சிருக்கேன், இறக்கி வச்சிருக்கேன், வறுத்த கோழி முளகுது,
വീണ്ടും വീണ്ടും തെറ്റി പാടി. വീണ്ടും തെറ്റിയോ? ആശാൻ പാടി. പാടുന്ന ആൾക്കാർ ഓക്കെ. മതി ഞാൻ കേട്ടു മതി ആവശ്യത്തിന് കേട്ടു. ഓട്ടെ, വേറെ ഒരു രണ്ട് ചോദ്യം കൂടെ. ഓക്കെ, അതോടെ നിർത്തും. പക്ഷേ ഒരുപാട് വേദികളിൽ പരിപാടി നടത്തിയിട്ടുള്ളത് അതെ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മള് കഴിഞ്ഞ ആഴ്ച ദിലീപിന്റെ കാവ്യയുടെ ഇത് വരെ പാടിയതാണ്. അവിടെ വരെ നടത്തുകയാണ്. ഈ ഏതെങ്കിലും വേദിയിൽ വെച്ച് ഒന്നുകൂടി ഒരു പാട്ട് പാടണം, ഒരിക്കൽ കൂടി പാടണമെന്ന് ആവശ്യപ്പെടുന്നു. ഒരിക്കൽ കൂടി പാട്ട് പാടി. ഒരിക്കൽ കൂടി. എത്ര പ്രാവശ്യം കണ്ണൂർ ഒരു വേദിയിൽ ഞാൻ ഹരിമുരളീരവൻ പാടിക്കൊണ്ടിരിക്കും. അതെ, ആൾക്കാർ പറയാണ് പെട്ടെന്ന് we want once more എന്ന് വെച്ചാൽ ഒരു പെൺകൂടി വേണമെന്ന് 10 പ്രാവശ്യം പാടാൻ വേണ്ടി ആൾക്കാർ പറയും. 10 പ്രാവശ്യമോ? എന്നിട്ട് ആ പാട്ട് ഞാൻ 10 പ്രാവശ്യം പാടും. അതെ, അവസാനം ഒരുത്ത എണീറ്റിട്ട് പറയുക നീ ഈ പാട്ട് പാടി ശരിയാക്കിയിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി. അതെ, കുറെ നേരം അല്ലെങ്കിൽ നടക്കാൻ തീർന്നില്ലേ? ഒരു 500 രൂപ ഇവിടെ കടഞ്ഞുപോയി. എന്തിനാണ് അതിന് കംപ്ലൈന്റ് വാങ്ങാൻ പോലും കൊള്ളുന്നില്ല നോട്ട് ആശാനെ ഒരു അവസാന ചോദ്യം. അതായത് ആശാന സംഗീത ജീവിതം എന്ന് വെച്ചാൽ വളരെ നീണ്ടതാണ്. അതെ. കുറെ വർഷങ്ങളായിട്ട് പല വേദികളിൽ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മറക്കാനാവാത്ത അനുഭവം ഞങ്ങളുടെ അവിടുത്തെ ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കാനാണ് ഉണ്ടായിട്ടുണ്ടോ? മറക്കാനാവാത്ത അനുഭവം. മറക്കാനാവാത്ത അനുഭവം തിരുവനന്തപുരം ദേവീ ക്ഷേത്രത്തിൽ ഞാൻ പരിപാടി അവതരിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവല്ലേ? അതെ. ആദ്യത്തെ ഭക്തിഗാനം പാടി തീരുമ്പോഴേക്കും ഒരു 25 കമ്മിറ്റിക്കാർ ഓടി വന്ന് എന്തെങ്കിലും പൊക്കിക്കൊണ്ടു. ആശാനോടുള്ള ആരാധന മൂത്ത് എടുത്തു പൊക്കിയതായിരിക്കും. നേരെ കൊണ്ടുപോയിട്ട് ആ ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള വിഗ്രഹത്തിനെടുത്ത് കൊണ്ട് നിർത്തി. അവിടുത്തെ ദേവി എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയില്ല. ഭയങ്കര ശക്തിയുള്ള ദേവിയാണ്. ആ ദേവിയുടെ അനുഗ്രഹം മുഴുവൻ ആശാന് വാങ്ങി തരാൻ വേണ്ടി ആ വിഗ്രഹത്തിന്റെ മുകളിൽ കൈ തൊടിച്ച് സത്യം ചെയ്യിപ്പിച്ചു. ഈ മേലാൽ ഈ ഭാഗത്തേക്ക് വരില്ല ഈ പരിപാടി. എന്നിട്ട് തൊഴിലിരുന്ന ജയത ഓടിച്ചു. 150 തിരുവനന്തപുരം ക്ഷേത്രത്തിലല്ലേ? ഇതെന്ത് ഏത് ക്ഷേത്രത്തിലാണ് മണ്ണ് കുഴിച്ചു കൂടിയത്? 135 ഉറപ്പിച്ചു. എന്റെ പൊന്ന ആശാനെ കേട്ടിട്ട് എനിക്ക് നിങ്ങളുടെ ഗാനമേള അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ഒരു ശാസ്ത്ര പാട്ട് പോലെ എന്താണ്? എനിക്ക് ഈ പരിപാടി വേണ്ട, ഞാൻ പോവാ. അഡ്വാൻസ് വാങ്ങിക്കാൻ നമ്മൾ പോകുന്ന പരിപാടി ഞാൻ പോയി. സന്തോഷായി. ഞാൻ അഡ്വാൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നീ ഫുൾ പേയ്മെന്റ് വരുന്നത് മക്കളെ പിടിച്ചോ.